ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ കുടുംബ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വെച്ചാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ അടിപൊളി വൈബുള്ളൊരു പരിപാടിയായിരിക്കും. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ എത്തിയപ്പോഴേക്കും അവിടെ എല്ലാം ഒരു വിധം സെറ്റായിട്ടുണ്ടായിരുന്നു. അടുത്തുള്ളവരൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെയർസൊക്കെ സെറ്റാക്കി നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതൊരു 3 വർഷം കൊണ്ട് നമ്മൾ തുടർന്ന് പോകുന്ന ഒരു പതിവ് തന്നെയാണ് കേട്ടോ. വർഷത്തിലൊരിക്കലും നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഈ ഒരു ദിവസം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്ത് കുടുംബ വീട്ടിൽ ഒത്തുകൂടും. അപ്പോൾ നമ്മുടെ ഫാമിലി നെയിം എന്ന് പറയുന്നത് പാറവിള ഫാമിലിയാണ്. അപ്പോൾ മൗലൂദ് ഓതിയാണ് തുടങ്ങുന്നത്. ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്. عليه السلام فنجا من الودى وكان في صلب إبراهيم متدا ودخل عليه الأنبياء. വീടിന്റെ പിന്നാമ്പുറത്ത് നമ്മുടെ ഫുഡിന്റെ പ്രിപ്പറേഷനൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ചോറും കറികളൊക്കെ എല്ലാം നേരത്തെ തന്നെ റെഡിയാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്ത സമയത്ത് ബിരിയാണി വേണോ സദ്യ വേണോ എന്നൊക്കെ ചോദിച്ച സമയത്ത് മുൻഗണന ഏറ്റവും കൂടുതൽ കിട്ടിയത് സദ്യക്കായിരുന്നു. അപ്പോൾ വിചാരിച്ചു എല്ലാവരുടെ വീട്ടിൽ നിന്നും ഓരോ കറികൾ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ പറ്റുന്നവരൊക്കെ അങ്ങനെയുള്ള കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പപ്പടം കാച്ചലും അതുപോലെ പായസം വെക്കലും ചോറ് വെക്കലും ഒക്കെ ചെറിയ പരിപാടികളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പാചകം ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കറികളും വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സമയം ഉച്ചയായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമുക്ക് വയസ്സായ ഉമ്മാമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ കഥ വേറെ ആയിപ്പോവും. അതുകൊണ്ട് വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് കടക്കാമെന്ന്. അപ്പോൾ ഫുഡാണ് മെയിൻ. അങ്ങനെ സദ്യ കഴിഞ്ഞപ്പോൾ പായസം വന്നു. പായസം കഴിഞ്ഞപ്പോൾ കേക്കും വന്നു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ വലിയൊരു കേക്കാണ് മുറിക്കുന്നത്. ഈ വർഷം നമ്മൾ ചെറിയ 2 കേക്കാണ് കേട്ടോ മുറിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഏറ്റവും മുതിർന്ന ഉമ്മാവന്മാരും ഉപ്പാവന്മാരും ഒക്കെ ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്ക് കട്ടിങ്ങും കഴിപ്പും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കലാപരിപാടികൾ ആരംഭിക്കാം. നമുക്ക് ഉമ്മാമ്മയുടെ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാം കേട്ടോ. കുടുംബ സംഗമം 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 കുടുംബ സംഗമം സംഗമം കുടുംബ സംഗമം സംഗമം കുടുംബ സംഗമം ആദരവോടെ ഞങ്ങളിതാ കൊണ്ടാടിടുന്നേ ആദരവോടെ ഞങ്ങളിതാ കൊണ്ടാടിടുന്നേ സംഗമം സംഗമം കുടുംബബന്ധ സംഗമം
സംഗമം സംഗമം പറവി വണ്ടും സംഗമം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ഞങ്ങൾ കുടുംബബന്ധം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ഞങ്ങൾ കുടുംബബന്ധം സംഗമം സംഗമം കുടുംബബന്ധ സംഗമം രാമദേശം മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാറും ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി മുത്തായ റസൂലിന്റെ മീലാദിണ്ടെന്ന് മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാറും ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി അൽഫലയിൽ കതിരിന്മേലെ ആമിനോമ്മ റഹ്മത്തേറ്റം പെയ്തിറങ്ങിയ ദിനമാണ് ലോകർക്കെങ്ങും റഹ്മത്തായ മുത്തിൻ പിറയത് വന്നാണ് മുത്തായ റസൂലിന്റെ മീലാദിന്തെന്ന് മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വിരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി ഇഷ്കിന്നവരിൽ മധുകീരൽ ലോകത്താകെ മുഴങ്ങുന്നു ബുദ്ധമൗലികമതിൽ സ്ഥലിൽ ഇഷ്കിൽ ഇഷ്ക് പരക്കുന്നു മർഹബ പാടി അമ്പിയരാജൻ നഹലൻ സഹലൻ ചൊല്ലുന്നു നഫം മുട്ടി കുളിരണീച്ച് സന്തോഷത്തിലാടുന്നു മുത്തായ റസൂലിന്റെ മീലാദിണ്ടെന്ന് മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാറൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി. ആ പാട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഐദൂസിനൊന്ന് പാടിക്കാൻ നോക്കി, ഒന്നും നടന്നില്ല കേട്ടോ. അവൻ ആകെ അന്തം വിട്ട് നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. പാടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നേരം അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അവനിതൊക്കെ ആദ്യമായിട്ടുള്ള അനുഭവങ്ങളായതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.